മഹാനായ ഖുതുബുൽ റഈസുസ്സാഹിദീൻ സി.എം. വലിയുള്ളാഹിയുടെ 36ാമത് ഉറൂസ് ഇന്ന് ചിറ്റടിമയത്തിൽ വീട്ടിൽ പതാക ഉയർത്തിയതോടുകൂടി ഏതെല്ലാം പ്രദേശത്ത് അവിടുത്തെ ഉറൂസ് മുബാറക്കുകൾ തീരുമാനിച്ചിട്ടുണ്ടോ അതിൻ്റെ ഒക്കെ ഒരു ഔദ്യോഗികമായ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇതോടുകൂടി മലയാളികളുള്ള മഹാനവറുകളെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളും വലിയ പരിപാടിയായിട്ടും സ്വകാര്യ പരിപാടിയായിട്ടും ഒക്കെ നടക്കുന്ന പരിപാടികൾ അതിൻ്റെ ഒക്കെ ഉള്ള ഒരു ഉദ്ഘാടനം അവിടുത്തെ വീടിൻ്റെ മുറ്റത്ത് വെച്ച് നമ്മൾ തുടക്കം കുറിക്കുക. അൽഹംദുലില്ലാ 36 വർഷം മുമ്പ് വഫാത്തായ ഒരു മനുഷ്യൻ, ജീവിതത്തിൻ്റെ വയസ്സ് വെച്ച് നോക്കുമ്പോൾ 100 വർഷം മുമ്പ് ജനിച്ച ഒരു വ്യക്തിയുടെ ഉറൂസിന് ഈ കാണുന്ന ജനങ്ങൾ ഒത്തുകൂടുമ്പോൾ അതുതന്നെയാണ് അവിടുത്തെ ഏറ്റവും വലിയൊരു കറാമത്ത്. 100 വർഷത്തിലധികമായിട്ട് സകല സമ്പത്തും പകല ഫോഴ്സും ഉപയോഗിച്ച് വിദേഹത്തുകാർ ഈ ഒരു പരിപാടിയെ, നേർച്ചയെ, ഉറൂസിനെ അതിശക്തമായിട്ട് എതിർത്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ അതൊന്നും മേശാതെയാണ് 10,000-കണക്കിന് വരുന്ന ആളുകൾ ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. 100 വർഷം വിദേഹത്തിൻ്റെ ആളുകൾ നമ്മുടെ കേരളത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മൗലീദ് പാടില്ല, നേർച്ച പാടില്ല എന്ന്. പക്ഷെ അത് സമൂഹത്തിൽ തീരെ ഏശിയിട്ടില്ല. അതിനെ കേരളീയ മുസ്ലിം സമൂഹം ഏറ്റെടുത്തിട്ടില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. പണ്ടൊക്കെ പറഞ്ഞിരുന്നത് ഭക്ഷണം കഴിക്കാൻ. ഇന്ന് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ യാതൊരു ദാരിദ്ര്യമില്ല. ഉള്ളവനും ഇല്ലാത്തവനും ഒരേ ഭക്ഷണം കഴിക്കുന്ന അവസ്ഥയാണ് ഇന്ന് നമ്മുടെ കേരളത്തിലുള്ളത്. ഭക്ഷണത്തിന് വേണ്ടിയല്ല, മറിച്ച് തബറുക്ക്, മഹാന്മാരോടുള്ള ആ ബന്ധം, അത് നമ്മുടെ ആത്മീയമായി ഈമാനികമായി നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അതോടൊപ്പം നമ്മുടെ ഉലമാക്കളുടെ കീഴിലാണ്, മഹാന്മാരായ സൂഫിയാക്കളുടെ കീഴിലാണ് കേരളീയ സമൂഹം എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് രാവിലെ മുതൽ കോഴിക്കോട് ഭാഗത്തുനിന്നും മറ്റുള്ള ഭാഗത്തുനിന്നുള്ള ഈ ഒരു ജനങ്ങളുടെ തടിച്ചുകൂടൽ. അള്ളാഹു ഇത് കബൂലാക്കട്ടെ. നമ്മളോട് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, അത് പ്രകൃതിയിൽ സ്വമേധ ഉണ്ടാകുന്നതായാലും മനുഷ്യൻ യുദ്ധം മൂലം മറ്റും ഉണ്ടാക്കുന്ന ദുരന്തമായാലും, ഈ സമയത്തൊക്കെ മഹാന്മാരെ പിടിച്ച് മഹാന്മാർ വഴി രക്ഷപ്പെടുക, ഇത് തന്നെയാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. ഒരിക്കൽ ഉഹുദ് പർവ്വതത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, സിദ്ദീഖുൽ അക്ബർ തങ്ങൾ, ഉമർ ബിൻ ഖത്താബ് തങ്ങൾ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾ ഇവർ കയറി. ആ സമയത്ത് ഫറജഫ, ഉഹുദ് പർവ്വതം ഒന്ന് കുലുങ്ങി. പ്രകൃതിയിലൊരു ദുരന്തം. ഈ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ്, ഉസ്ബുത് ഉഹുദ്, അവിടെ അടങ്ങിക്കോടണം. ഫൈന്നമാ അലൈക നബിയ്യുൻ വസിദ്ദീഖും വശഹീദാനി. ഫൈന്നമാ അലൈക നബിയ്യുൻ വസിദ്ദീഖുൻ വശഹീദാനി. എൻ്റെ മുകളിലുള്ളത് ശുഹദാക്കളാണ്, സിദ്ദീഖീങ്ങളിൽപ്പെട്ട നബിയാണ്, അതുകൊണ്ട് അടങ്ങണം. ഈ ഒരു ശൈലി തന്നെയാണ് നമ്മൾ പലപ്പോഴും സി.എം. വലിയുള്ളാഹിയെ നമ്മുടെ പ്രശ്നത്തിന് വേണ്ടി അവിടുത്തെ ഹയാത്ത് കാലത്ത് സമീപിച്ചപ്പോഴും അത് വേണ്ട, നമ്മളോട് പറഞ്ഞിട്ടുള്ള മഹാന്മാരെ പിടിക്കുക, അതാണ് നമ്മുടെ എല്ലാ സകലമാന വിഷയത്തിലും. പക്ഷെ അതോടൊപ്പം ഇന്ന് കേരളത്തിലൊക്കെ സി.എം. വലിയുള്ളാഹിയെ ഉൾപ്പെടെയുള്ള ഔലിയാക്കളെ കുറിച്ച് 2 വിരുദ്ധമായ വശങ്ങൾ. രണ്ടും കേൾക്കുമ്പോൾ വിരുദ്ധ വശമാണ്, പക്ഷെ രണ്ടും സത്യത്തിൽ ഒന്നാണ്. രണ്ടും ഇസ്ലാമെന്ന് പുറത്തു വന്നു. വിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ദായിരി എന്ന് പുറത്ത് ഒരു വിഭാഗം ഔലിയാക്കളെ നിഷേധിക്കുന്നു, എല്ലാ ഔലിയാക്കളെയും കറാമത്തിനെയും നിഷേധിക്കുന്നു. അത് അവരുടെ അടിസ്ഥാന തത്വമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരെയും നിഷേധിക്കുമ്പോൾ ആ കൂട്ടത്തിൽ സി.എം. വലിയുള്ളാഹി നിഷേധിക്കും. മറ്റൊരു വിഭാഗം ഔലിയാക്കളെ അള്ളാഹ്ക്ക് മാത്രമുള്ള വസ്ഫുകൾ, മുത്തുനബിക്ക് മാത്രം അവകാശപ്പെട്ട ഔസാഫുകൾ ഔലിയാക്കൾക്ക് വകവെച്ചു കൊടുക്കുന്നു. അത് ഈമാന് നഷ്ടം. കേൾക്കുമ്പോൾ രണ്ടും 2 വിരുദ്ധ വശ. ഒന്ന് ഔലിയാക്കളെ നിഷേധിക്കുന്നു, ഒന്ന് ഔലിയാക്കളെ അങ്ങേയറ്റം വാഴ്ത്തുന്നു. കേൾവിയിൽ രണ്ടും വിരുദ്ധമാണെങ്കിൽ തന്നെ രണ്ടും അപകടം. അതിൽ ആദ്യം പറഞ്ഞതിനേക്കാളും വലിയ അപകടം ഈമാൻ നഷ്ടപ്പെടുത്തുന്ന അപകടമായി മാറിക്കും. അവിടെ തന്നെ വിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് സി.എം. വലിയുള്ളാഹിയോട് ദീർഘകാലം ബന്ധമുള്ള വൈലത്തൂർ തങ്ങളുപ്പാപ്പ, മഹാനായ സുൽത്താനുൽ ഉലമ എ.പി. ഉസ്താദ്, ഇവർ പഠിപ്പിച്ചെന്നിട്ട് ആരാണ് മഹാനായ ഖുതുബുൽ ആലം സി.എം. വലിയുള്ളാഹി എന്ന്.
ആലിമീങ്ങൾ പ്രസ്ഥാനമെടുക്കുന്ന തീരുമാനങ്ങൾ അതിനെപ്പോഴും താങ്ങും തണലുമായിട്ട് നിൽക്കലായിരുന്നു മഹാനായ സി.എം. വലിയുള്ളാഹിയുടെ ഒരു നിയോഗം തന്നെ എല്ലാ അർത്ഥത്തിലും. അവിടുത്തെ പേരിൽ അല്ലാത്ത രൂപത്തിൽ പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്തൊക്കെ അവിടുന്ന് തന്നെ നേരിട്ട് തീരുമാനമുണ്ട്. ഇന്നും എറണാകുളത്ത് തോപ്പുംപടി അവിടെ പോയി ചെന്ന് അന്വേഷിച്ച് ഇന്നും ഹയാത്തുള്ള ആളുകളുണ്ട്. സി.എം. വലിയുള്ളാഹിയുടെ പേരിൽ ഇല്ലാത്ത ഔസാഫുകൾ വെച്ച് കെട്ടി ഒരു മനുഷ്യൻ TMC അന്ന് ഉപ്പ അവിടെ ബന്ധപ്പെട്ടു. അവസാനം രണ്ടുപേരെയും ആ നാട്ടുകാർ, തോപ്പുംപടിയിലെ നാട്ടുകാർ സി.എം. വലിയുള്ളാഹിൻ്റെ അടുക്ക കൊടുന്നു. ഇതിലാരതാണ് സത്യം? നിങ്ങൾ പ്രസ്ഥാനം, സംഘടന ഇതാണ് വലുത് എന്ന് പറയുന്നു. നിങ്ങളും പറയുന്നത് സി.എം. വലിയുള്ളാഹിയാണ്. ഈ പറയുന്ന മനുഷ്യനും സി.എം. വലിയുള്ളാഹിനെ പറയും. ഇവരുടേതായ വ്യക്തിപരമായിട്ട് അങ്ങേയറ്റം നിങ്ങളെ വാഴ്ത്തുന്നുണ്ട്. TMC നിങ്ങളെ നാട്ടിൽ പോവുക, പഠിച്ചതനുസരിച്ച് മദ്രസയിലോ പള്ളിയിലോ നിൽക്കുക. ഞാൻ പറഞ്ഞു എൻ്റെ ആശയവും ഈ മനുഷ്യൻ പറയുന്ന ഇയാളാണ് സത്യം. ഇയാൾ പറയുന്നത് പോലെ പ്രസ്ഥാനത്തിൻ്റെ ഇതാണ് എൻ്റെ ആശയം. ഇത് കേട്ട ആൾക്കാർ ഇന്നും എവിടെ ഉണ്ട്? എറണാകുളത്ത് തോപ്പുംപടിയിലെ ഹയാത്തിലുണ്ട്. എന്നോട് വന്ന് പറഞ്ഞിട്ടുമുണ്ട്. അതാണ് മഹാനായ സി.എം. വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. അതായിരിക്കണം നമ്മുടെ ഓരോ പ്രതിജ്ഞയും. നമ്മുടെ ആലിമീങ്ങൾ, സി.എം. വലിയുള്ളാഹിൻ്റെ നിയോഗം തന്നെ ആലിമീങ്ങളെ ശക്തിപ്പെടുത്തുക, ഈ പ്രസ്ഥാനത്തിനെ ശക്തിപ്പെടുത്തുക. അള്ളാഹു ഈ പ്രസ്ഥാനത്തിൻ്റെ കൂടെ നിൽക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. അവിടുത്തെ കറാമത്തുകൾ ജീവിതകാലത്തിലപ്പുറം അവിടുത്തെ വഫാത്തിന് ശേഷം അനുഭവിച്ചവരാണ് ഈ കൂട്ടത്തിലുള്ളവരൊക്കെ. നൂറുകണക്കിന് അനുഭവങ്ങൾ ഓരോരുത്തർക്കും എണ്ണി പറയാൻ കഴിയും. അത് കടലിലും കരയിലും അന്തരീക്ഷത്തിലും നമ്മുടെ ശരീരങ്ങളിലും സംഭവിച്ചിട്ടുണ്ട്. അത് തുടർന്നുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചിട്ടുള്ള രക്ഷപ്പെടാൻ മഹാന്മാരെ, മഹത്തുക്കളെ, അതിലേറ്റവും വലുത് നമ്മുടെ കേരളത്തിൽ സമകാലികമായിട്ടുള്ള ആളുകളെ കൂട്ടത്തിൽ ഇന്ന് ഈ കാണുന്ന രൂപത്തിൽ വ്യാപകമായി ഉറൂസ് നടത്തുന്നത് അത് സി.എം. വലിയുള്ളാഹി മാത്രമാണ്. അത് കാരണം അവരുടെ അസർ, അവരുടെ കറാമത്തുകൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവരെ മദദ് കൊണ്ട്, പൊരുത്തം കൊണ്ട് രക്ഷപ്പെടുന്ന കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ഈ സദസ്സിൽ ആരൊക്കെ എന്തൊക്കെ ലക്ഷ്യം വെച്ച് വന്നിട്ടുണ്ടോ അതൊക്കെ മഹാനായ ഖുതുബുൽ ആലം സി.എം. വലിയുള്ളാഹിയുടെ ബറക്കത്ത് കൊണ്ട്, അവിടുത്തെ ഖാദിമ് മുരീദ് വൈലത്തൂർ തങ്ങളുപ്പാപ്പയുടെ ബറക്കത്ത് കൊണ്ട് ഈ മജ്ലിസും ഈ മജ്ലിസിൻ്റെ സകലമാന ദുആകളും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന അള്ളാഹുവിൻ്റെ തിരുനാമത്തിൽ ഈ 36ാമത്തെ ഉറൂസ് മുബാറക്കിൻ്റെ ഉദ്ഘാടനം ഇൻഷാ അല്ലാഹ് നമ്മളൊക്കെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ഹയാത്ത് കാലത്ത് എല്ലാം പഠിച്ച് ഇന്ന് നമുക്ക് അവിടുത്തെ ഒരു പ്രതിനിധി ഉണ്ട് എങ്കിൽ അത് സുൽത്താനുൽ ഉലമ മാത്രമാണ്. ആ സുൽത്താനുൽ ഉലമ ഈ മജ്ലിസിൽ വരുന്നു എന്നത് തന്നെയാണ് ഈ മജ്ലിസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അള്ളാഹു ആരോഗ്യത്തോളം ദീർഘായുസ് സുൽത്താനുൽ ഉലമക്ക് നൽകുമാറാവട്ടെ. ഇന്ന് നമുക്കൊരു പ്രതിനിധി എന്ന പേരിൽ ഉണ്ടെങ്കിൽ ഹയാത്ത് കാലത്ത്, അല്ലാതെ അവിടുന്ന് വഫാത്താകുന്ന സമയത്ത് ബുലു ആവാത്ത, തെമ്മീസ് ആവാത്ത, കാണാത്ത ആളുകൾ ഞാനാണ് എന്ന് പറയുമ്പോൾ, അതേസമയം എല്ലാം പാണ്ഡിത്യത്തിൻ്റെ നിറവ് സമയത്ത് പൂർണ്ണമായിട്ട് കൂടെ നിന്ന ഉസ്താദ്, ഇത് നമുക്ക് ചെറിയൊരു ബുദ്ധിയുണ്ടെന്ന് അവിടുത്തെ വഫാത്തിൻ്റെ സമയത്ത് തമീസ് പോലും ആവാത്ത ആൾ ഞാനാണ് അവിടുത്തെ പ്രതിനിധി എന്ന് പറഞ്ഞാൽ അത് ബുദ്ധി കൊണ്ട് യോജിക്കാത്തതാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഉസ്താദിൻ്റെ കൂടെ നിൽക്കാൻ നമുക്കൊക്കെ തൗഫീഖ് ചെയ്യുമാറാവട്ടെ.